ഇക്ബാൽ, അതിദാരിദ്ര്യമുക്തമെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ് കുടിൽ കെട്ടി അവർ താമസിക്കുന്നത് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് 2016 എന്ന് പറയുമ്പോൾ 10 വർഷം മുൻപ് മാത്രമാണ് പെട്ടെന്ന് അവരെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അവരുടെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോയത്. 200 ദിവസത്തിലകം അധികം കുടിൽ കെട്ടി സമരം ചെയ്തിട്ടും അവർക്ക് നീതി കിട്ടിയില്ല എന്നതാണ്. എന്താണ് ഇപ്പോൾ സർക്കാരിന്റെ വാദങ്ങൾ? ഈ കിർത്താഡ്സ് റിപ്പോർട്ടാണ് ഇവർക്ക് എതിരാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് പാലക്കാട് നിന്നുള്ളയാളാണ് ST വിഭാഗത്തിന്റെ മന്ത്രിയും. അവരുടെ കൂടി ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തേണ്ടതുണ്ടല്ലേ ഇക്ബാൽ? വിനീത, തീർച്ചയായും കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലെ മലനിരകളിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ആദിവാസി സമൂഹമാണ് ഈ ഇരവാളന്മാർ. അമ്പും വില്ലും ഉപയോഗിച്ച് നായാട്ട് നടത്തിയാണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവർ ഈ മുതലമടയിലേക്കും അതുപോലെ തന്നെ പ്ലാച്ചിമടയിലേക്കും കൊല്ലങ്കോട്ടേക്കും എല്ലാം ഈ മലയിറങ്ങി എത്തുകയും ചെയ്യുന്നത്. മുതലമടയിലും പ്ലാച്ചിമടയിലും ഒന്നുമില്ലാത്തൊരു പ്രതിസന്ധിയാണ് കൊല്ലങ്കോടുള്ള ഈ ഇരവാളൻ സമൂഹം നേരിടുന്നത്. പുത്തൻപാടത്തുള്ള ജീവിതങ്ങളുടെ കഥ നമ്മളിപ്പോൾ കാണിച്ചു തന്നെ അവർ നേരിടുന്ന വല്ലാത്തൊരു ദുരിതത്തിൻ്റെ ഒരു കഥയാണ്. 2016 വരെ ഈ പുത്തൻപാടത്തുള്ള കൊല്ലങ്കോട്ടെ ഇരവാളൻ സമൂഹത്തിന് കൃത്യമായി തന്നെ അവർ ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ജാതി സർട്ടിഫിക്കറ്റുകൾ അവർക്ക് നൽകിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ PCR ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു നൽകുക. ഈ 2007 അവിടുത്തെ ഈ പുത്തൻപാടത്തെ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റാണ്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു അവർ കൊല്ലങ്കോടുള്ള ഈ വിഭാഗം അവർ ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെന്നുള്ളത് അവിടുത്തെ താലൂക്ക് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തി നൽകിയിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവരെ എല്ലാം STകളെ അല്ല, അല്ലെങ്കിൽ അവരാരും പട്ടികവർഗ്ഗക്കാരല്ല, അവരാരും ആദിവാസികളെ അല്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കുകയായിരുന്നു. ഇതിന് സർക്കാർ പറയുന്നത് കിർത്താഡ്സിൽ നിന്ന് ലഭിച്ച ഒരു റിപ്പോർട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ആരും ഇനി പട്ടികവർഗ്ഗക്കാരായോ ആദിവാസികളായോ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പും ഈ താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെയും എല്ലാ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് കിർത്താഡ്സിൽ ഉണ്ടായതെന്ന് പരിശോധിക്കുമ്പോൾ കിർത്താഡ്സിന്റെ ഭാഗമായി കൊണ്ടുള്ള നരവംശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ഈ കൊല്ലങ്കോട്ടേക്ക് വന്ന് പഠനം നടത്തിയപ്പോൾ ഈ ഇരവാളന്മാർ, കൊല്ലങ്കോട് താമസിക്കുന്ന പുത്തൻപാടത്തെ ഇരവാളന്മാർ ആരും തന്നെ ആദിവാസികളല്ല, അവരൊന്നും ഈ അവരുടെ ഈ പട്ടികവർഗ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പോയില്ല എന്നുള്ള കണ്ടെത്തലൊക്കെയാണ് അവർ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇരവാളന്മാർ അവർ വലിയ രീതിയിലുള്ള സമരം നടത്തിയതാണ്. 218 ദിവസമൊക്കെ ഒരു വില്ലേജ് ഓഫീസിന് മുന്നിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തി. പക്ഷേ എന്നിട്ടും ഒരു ഉദ്യോഗസ്ഥർ അവരെ തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല, അന്നത്തേക്ക് സർക്കാർ അവരെ നേരിട്ടത് വല്ലാത്തൊരു രീതിയിലായിരുന്നു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സമരകുടിയിലെല്ലാം കത്തിച്ചുകൊണ്ടായിരുന്നു നേരിട്ടത്. അവർ പറയുന്നത് തങ്ങളുടെ മക്കൾക്കെങ്കിലും തങ്ങൾക്ക് വന്ന ഈ ദുരിതം മാറണം. ഒരു ST സർട്ടിഫിക്കറ്റ്, അതായത് ജാതി സർട്ടിഫിക്കറ്റ് ST ആണ്, തങ്ങൾ ആദിവാസികളാണെന്ന് തെളിയിക്കാൻ തങ്ങൾക്ക് സാധിച്ചാൽ ആദിവാസികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കും. തങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ലഭിക്കും, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ലഭിക്കും, കൃത്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കും. തങ്ങൾ അതുപോലെ തന്നെ തങ്ങളുടെ അച്ഛനമ്മമാരെല്ലാം ഈ ദുരിതം, ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ദുരിതം നേരിട്ടു. പക്ഷേ തങ്ങളുടെ മക്കൾ ഇനിയും ഇത്തരത്തിലുള്ള ദുരിതം നയിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തി തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും തങ്ങൾ ആദിവാസികളാണ് എന്നുള്ള കാര്യം കണ്ടെത്തണം. തങ്ങളുടെ സ്വത്വം തിരിച്ചറിയാനുള്ള ഒരു നീക്കം അത് സർക്കാർ തന്നെ നടത്തണം. തങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആദിവാസികളാണെന്ന് തെളിയിക്കാൻ തങ്ങൾ വീണ്ടും ഇനി മല കയറി പോകണോ എന്ന് വരെ ആ നാട്ടിലെ ആളുകൾ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലേക്കാണ് നമ്മളെ തള്ളിവിടുകയും ചെയ്യുന്നത്. അവർ താമസിക്കുന്ന ആ കുടിലുകൾ എന്ന് പറയുന്നത് വിനീത, അതിനകത്തേക്ക് പ്രവേശിക്കാൻ തന്നെ വല്ലാത്ത സങ്കടം തോന്നും. അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊല്ലങ്കോട്, പാലക്കാട്ടെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം. അവിടെ ഓല കൊണ്ടും പനയുടെ ഓല കൊണ്ടെല്ലാം നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുടിലിനകത്താണ് ഈ പുത്തൻപാടത്തെ എല്ലാം ഇരവാളന്മാർ താമസിക്കുന്ന. ഈ പുത്തൻപാട ആദിവാസി ഉന്നതിയിൽ ഏകദേശം 18ഓളം കുടിലുണ്ട്. ആ 18 കുടിലുകളുടെ അവസ്ഥ സമാനമാണ്. അവിടെ ഓരോ കുടിലുകളിലും നിരവധി ആളുകൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ച് കഴിയുകയാണ്. അവരോടൊക്കെ സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് ആനുകൂല്യം വേണമെങ്കിൽ നിങ്ങൾ ST വിഭാഗം ആണെന്ന് ഞങ്ങൾ പറയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ SC വിഭാഗത്തിലേക്ക് മാറിക്കോളൂ, അതിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നൽകാം, അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിക്കോളൂ എന്നുള്ളതാണ്. പക്ഷേ പുത്തൻപാടത്തുകാർ ഒരിക്കലും അതിന് തയ്യാറാവില്ല. കാരണം അവർ പറയുന്നത് തങ്ങളുടെ സ്വത്വം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ തങ്ങളുടേതായി മാറിയത് കൊണ്ട് തന്നെ തങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങളും നടത്തും എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പുത്തൻപാടത്തുകാർ. നിലവിൽ ദൃശ്യങ്ങൾ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ചിറ്റൂർ താലൂക്കിൽപ്പെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ കൊല്ലങ്കോട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആളുകൾക്ക് റവന്യൂ വകുപ്പ് ഇപ്പോൾ നൽകുന്നത് SC സർട്ടിഫിക്കറ്റ് ആണ്. തങ്ങൾക്ക് ഇങ്ങനെ ഒരു SC സർട്ടിഫിക്കറ്റേ വേണ്ട, തങ്ങളുടെ സ്വത്തം തെളിയിച്ചുകൊണ്ടുള്ള ST സർട്ടിഫിക്കറ്റ്, ST ജാതി സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രം
മാത്രമേ തങ്ങളുടെ മക്കൾക്കെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഇടപെടൽ കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണം. ഇനിയുള്ള സർക്കാരുകളെങ്കിലും തങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കണം, തങ്ങളെ സഹായിക്കണം, തങ്ങളുടെ ദുരിതം മാറ്റണം എന്നുള്ളതാണ് കൊല്ലങ്കോട് പുത്തൻപാടത്തെ ഈ ഇരവാളൻ സമൂഹം ഒരുപോലെ ഒരു നിമിഷം ഇക്ബാൽ തുടരുക.